സ്ഥാപനത്തിന് നിരവധി അനുഗ്രഹങ്ങൾ വർഷിച്ച് ഉത്തരോത്തരം വളർത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ഈ നാടിൻ്റെയും മലങ്കര കത്തോലിക്ക സഭയുടെയും അഭിമാനവും ഈ സ്ഥാപനത്തിൻ്റെ നാമഹേതുകനുമായ അഭിവന്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെയും പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സ്നേഹമെന്ന മൂന്നക്ഷരം അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക ലോകത്തിൽ ജീവിക്കുന്നവരുടെ മധ്യേ തങ്ങളുടേതല്ലാത്ത കുറ്റങ്ങളാൽ ഈ ഭൂമിയിൽ പിറന്നു വീണ് പോരായ്മകളുടെയും കുറവുകളുടെയും പേരിൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കഴിയുന്ന വ്യക്തിത്വങ്ങൾക്ക് ഒരു കൈത്താങ്ങ് നൽകി സമൂഹത്തിന്റെ ഭാഗമാക്കി തീർക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് MGM ബഥനി ശാന്തി ഭവൻ സ്പെഷ്യൽ സ്കൂൾ. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർ മറ്റുള്ളവരെ പോലെ തുല്യ അവകാശമുള്ളവരാണെന്നും സമൂഹത്തിൽ തുല്യ പങ്കാളിത്തം നൽകുക എന്നുള്ളത് നമ്മുടെ കടമയാണെന്നും അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും നാം ഓരോരുത്തരും ഉൾപ്പെട്ട സമൂഹം മനസ്സിലാക്കണം. അറിവും കഴിവും അർപ്പണബോധവുമുള്ള അധ്യാപകരും അംഗീകരിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന കുടുംബാംഗങ്ങളും സമൂഹത്തിന്റെ സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്ന സർക്കാരും ഒത്തുചേരുമ്പോൾ ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന ഈ കുട്ടികൾ സമൂഹത്തിന്റെ ഭാഗമാകുന്നു. 1999 14 കുട്ടികളുമായി ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ ഇന്ന് 164 കുട്ടികൾ പരിശീലനം നേടുന്നു. 40 കുട്ടികൾ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നു. 13 അധ്യാപകരും 3 തെറാപ്പിസ്റ്റും ഡോക്ടറും പാഠ്യേതര വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിന് 5 സ്പെഷ്യലൈസ്ഡ് ടീച്ചേഴ്സും അനധ്യാപകരായി 9 പേരും ഇവിടെ ത്യാഗോജലമായ സേവനം അനുഷ്ഠിക്കുന്നു. തെറാപ്പി സെക്ഷൻ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു തെറാപ്പി സെക്ഷനാണ് MGM-നുള്ളത്. അതിൽ സ്പീച്ച് തെറാപ്പിസ്റ്റായ സിസ്റ്റർ ട്രീസായും ഒക്യുപേഷൻ തെറാപ്പിസ്റ്റായ സിസ്റ്റർ സെറിനും ഫിസിയോതെറാപ്പിസ്റ്റായി ശ്രീമതി അമൃതയും സേവനം അനുഷ്ഠിക്കുന്നു. പുഷ്പേരി ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ സിസ്റ്റർ ലീസ വിസിറ്റ് നടത്തുകയും കുട്ടികളെ പരിശോധിക്കുകയും ആവശ്യമുള്ളവർക്ക് മരുന്നുകൾ നൽകുകയും ചെയ്യുന്നു. അധ്യാപക രക്ഷകർത്തൃ സമിതി കഠിനാധ്വാനം ചെയ്ത് ഏത് വിധത്തിൽ ഓരോ കുട്ടിയെയും മുന്നോട്ട് കൊണ്ടുവരാം എന്ന് കൂട്ടായി ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ശക്തമായൊരു അധ്യാപക കൂട്ടായ്മയാണ് നമുക്കുള്ളത്. എല്ലാ ആഴ്ചയിലും SRG കൂടി കുഞ്ഞുങ്ങളുടെ പുരോഗതിയെക്കുറിച്ചും ടീച്ചിങ് മെത്തേഡിനെ കുറിച്ചും സംസാരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട പ്രത്യേക പരിശീലനങ്ങൾ, അവരിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചും ഏത് മേഖലയിലേക്കാണ് ഓരോ കുട്ടിയും വളരേണ്ടതെന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നു. വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും വേണ്ടതായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഒപ്പം നിൽക്കുന്നതായ സ്കൂൾ PTA കഴിഞ്ഞ 4 വർഷം ക്രിയാത്മകമായി കൂട്ടായി പ്രവർത്തിച്ച PTA പ്രസിഡന്റ് ശ്രീ ദേവുമാർ സാറിനോടും ടീം അംഗങ്ങളോടുമുള്ള ഏറ്റവും ഹൃദ്യമായ നന്ദി നേരുന്നതോടൊപ്പം പുതിയ പ്രസിഡന്റ് ശ്രീ ഏബ്രഹാം സാറിനോടും ടീം അംഗങ്ങളോടും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെ ശ്ലാഘിക്കുകയും ചെയ്യുന്നു. സ്കൂൾ പ്രവർത്തനങ്ങൾ സ്കൂൾ അസംബ്ലിയോടുകൂടി എന്നും ക്ലാസുകൾ ആരംഭിക്കുന്നു. കുട്ടികളുടെ ബുദ്ധിയുടെ തോതും പ്രായവും അനുസരിച്ച് കെയർ ഗ്രൂപ്പ്, പ്രീ പ്രൈമറി, പ്രൈമറി ഫസ്റ്റ്, പ്രൈമറി സെക്കൻഡറി, പ്രീ വൊക്കേഷണൽ ഫസ്റ്റ്, പ്രീ വൊക്കേഷണൽ സെക്കൻഡ്, വൊക്കേഷണൽ എന്നീ 12 ക്ലാസ്സുകളിലായി പഠനം നടത്തുന്നു. ഓരോ കുട്ടിയും ആദ്യമായി സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ കേസ് സ്റ്റഡി നടത്തി, IQ ടെസ്റ്റ് നടത്തി, വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം ഏത് സ്കില്ലാണ് നേടേണ്ടതെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് നൽകുന്നു. അക്കാഡമിക് ക്ലാസ്സുകൾക്ക് പുറമെ ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ്, ബാൻഡ് സെറ്റ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നിവയ്ക്ക് പരിശീലനം നൽകുന്നു. കൂടാതെ ആവശ്യങ്ങൾക്ക് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, ഒക്യുപേഷൻ തെറാപ്പി എന്നിവ നൽകി വരുന്നു. ഹൈപ്പർ ആക്റ്റീവ് ഓട്ടിസം കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നേടിയ ടീച്ചേഴ്സ് സെൻസറി റൂമിന്റെ സഹായത്തോടെ ട്രെയിനിങ് നൽകി വരുന്നു. നിരന്തരമായ ട്രെയിനിങ്ങിന്റെ ഫലമായി കുട്ടികളിൽ അത്ഭുതാവഹമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് എടുത്തു പറയത്തക്ക ഒന്നാണ്. വൊക്കേഷണൽ ട്രെയിനിങ് ഭാവിയെ ആത്മവിശ്വാസത്തോടെ നേരിടാനും സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിക്കാനും നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വിപുലമായ രീതിയിൽ പരിശീലനം നൽകുന്നു. തയ്യൽ, ആദുർബാനയുടെ ബൊക്ക, ക്രൗൺ, ജപമാല, മെഴുകുതിരി നിർമ്മാണം, കൃഷി, ഫാം ഏരിയ ട്രെയിനിങ്, വിവിധ മാറ്റുകൾ, ക്രാഫ്റ്റ് ഐറ്റംസ്, പൂന്തോട്ട നിർമ്മാണം എന്നിവയ്ക്ക് പുറമെ ജൻശിഷൻ സംസ്ഥാന നേതൃത്വത്തിൽ 20 കുട്ടികൾ വീതമുള്ള ആദ്യ ബാച്ചിന് ബ്യൂട്ടീഷ്യൻ, കമ്പ്യൂട്ടർ ട്രെയിനിങ് എന്നിവയിൽ പരിശീലനം നൽകി. ബഹുമാനപ്പെട്ട മദർ പൗൺഷ്യൽ, മദർ ശാന്തി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും അടുത്ത ബാച്ചിലേക്കുള്ള ഹാൻഡ് എംബ്രോയിഡറി, ഇലക്ട്രിക്കൽ വർക്ക് എന്നീ കോഴ്സുകളുടെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. ഓണം, ക്രിസ്മസ് ആഘോഷങ്ങളിൽ ക്രാഫ്റ്റ് ഐറ്റംസ്, ഉപ്പേരി,
അച്ചാറുകൾ, കേക്ക് എന്നിവയുടെ വിപണനം നടത്തി. സിസ്റ്റർ പോൾസി, സിസ്റ്റർ മനോജ്ഞ, മിസ് എൽസ, ശ്രീമതി ബീന എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. കലാമത്സരങ്ങൾ കുട്ടികളിലെ കലാവാസനകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും അവയ്ക്കനുസൃതമായി കൂടുതൽ കഴിവുള്ളവരാക്കി വളർത്തുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് കലാമത്സരങ്ങൾ. YMCAയിൽ വെച്ച് നടത്തിയ ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് തുടർച്ചയായി 18ാം വർഷവും നേടി. സ്റ്റേറ്റ് കലോത്സവത്തിൽ മോഹിനിയാട്ടം, ചിത്രരചന, സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, വാദ്യോപകരണം എന്നിവയിൽ A ഗ്രേഡ് നേടി. കേരള സാമൂഹ്യ നീതി വകുപ്പ് നടത്തിയ സവിശേഷ കാർണിവലിൽ നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങൾ പങ്കുചേർന്ന് സമ്മാനങ്ങൾ നേടി. കൂടാതെ അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിസേബിളിന്റെ നേതൃത്വത്തിൽ നടത്തിയ സംസ്ഥാനതല കലാമേളയിൽ പങ്കെടുത്ത് വിജയികളാകുകയും സംസ്ഥാനത്തെ സ്കൂൾ അടിസ്ഥാനത്തിൽ 8ാം സ്ഥാനം നേടുകയും ചെയ്തു. അഹോരാത്രം കഷ്ടപ്പെട്ട് ഇവരെ ഒരുക്കിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ് എല്ലാവരെയും ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകമായി ശ്രീ പ്രശാന്ത് സാറിനെ അഭിനന്ദിക്കുന്നു. കായിക മത്സരങ്ങൾ പ്രത്യേക വിദ്യാഭ്യാസത്തിൽ കായിക പരിശീലനത്തിന് അനിഷേധ്യമായ സ്ഥാനമുണ്ട്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് കായിക വിദ്യാഭ്യാസം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. കായികക്ഷമത വർദ്ധിക്കുമ്പോൾ അവരുടെ വ്യക്തിത്വ വളർച്ചയിൽ വ്യത്യാസം വരുന്നു. കൊടുമൺ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയ ജില്ലാ കായികമേളയിൽ മാർച്ച് പാസ്റ്റിനെ 1ാം സ്ഥാനവും അത്ലറ്റിക്സിനെ ഓവറോൾ ചാമ്പ്യൻഷിപ്പും MCRDയിൽ നടന്ന കായികമേളയിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. സെന്റ് ജോൺ ഓഫ് ഗോഡിൽ വെച്ച് നടത്തിയ സ്റ്റേറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ നമ്മുടെ കുട്ടികൾ 4ാം സ്ഥാനം നേടി. 2026 അമേരിക്കയിൽ വെച്ച് നടക്കാൻ പോകുന്ന വേൾഡ് സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ മുന്നോടിയായി നടന്നുവരുന്ന സ്റ്റേറ്റ് നാഷണൽ മത്സരങ്ങളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. കോട്ടയത്ത് വെച്ച് നടത്തിയ സംസ്ഥാന ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ അന്ന തോമസ്, സ്റ്റെഫി എന്നിവർ പങ്കെടുത്തു. ഗുജറാത്തിൽ വെച്ച് നടത്തിയ നാഷണൽ ഹാൻഡ്ബോൾ മത്സരത്തിൽ കേരള ടീം അംഗമായി എബൈസും ലീനാമോളും പങ്കെടുത്ത് വെള്ളി, വെങ്കല മെഡൽ നേടി. രാജസ്ഥാനിൽ വെച്ച് നടത്തിയ നാഷണൽ പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ പ്രീതി റേച്ചൽ, ആൻസി ബിജു എന്നിവർ പങ്കെടുത്ത് സ്വർണം, വെങ്കലം മെഡൽ കരസ്ഥമാക്കി. ഇവരുടെ എസ്കോർട്ടായി പോയത് പ്രീതിയുടെ അമ്മയും PTA എക്സിക്യൂട്ടീവ് മെമ്പറുമായിരിക്കുന്ന ശ്രീമതി സുസമ്മ പ്രസാദ് ആയിരുന്നു. അവിടെ നിന്നും സെലക്ഷൻ ലഭിച്ച് ഡിസംബർ 9 മുതൽ 18 വരെ ഗ്വാളിയറിൽ വെച്ച് നടന്ന ഫസ്റ്റ് പ്രിപ്പറേറ്ററി ക്യാമ്പിൽ ആൻസിയും ശ്രീമതി സുസമ്മ പ്രസാദ് എസ്കോർട്ടായും പങ്കെടുത്തു. ജാർഖണ്ഡിൽ വെച്ച് ഡിസംബർ 13 മുതൽ 23 വരെ നടന്ന സൈക്ലിംഗ് മത്സരത്തിൽ സ്റ്റെഫി വർഗീസ്, അൻസു അന്ന ജോൺ, പ്രിയ മരിയ എന്നിവർ പങ്കെടുത്ത് സ്വർണം, വെള്ളി, വെങ്കലം മെഡലുകൾ കരസ്ഥമാക്കി. അവിടെ നിന്നും സെലക്ഷൻ ലഭിച്ച് പ്രിയ മറിയം വർഗീസ് ഗ്വാളിയറിൽ ജനുവരി 8 മുതൽ 18 വരെ നടന്ന ഫസ്റ്റ് പ്രിപ്പറേറ്ററി ക്യാമ്പിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ വിജയങ്ങൾക്ക് പിന്നിൽ അഹോരാത്രം കഷ്ടപ്പെടുന്ന കായികാധ്യാപകൻ ശ്രീ ഡൊമിനിക്കിനെ ഏറെ അഭിനന്ദിക്കുന്നു. ഒപ്പം ട്രെയിനിങ് കൊടുക്കുന്ന സിസ്റ്റർ മനോജ്ഞയെയും നന്ദിയോടെ ഓർക്കുന്നു. മാനസിക ഉല്ലാസവും ആഘോഷങ്ങളും തിരുവല്ലായിൽ നടന്ന പുഷ്പമേളയിൽ സാധിക്കുന്ന മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചു. വിനോദയാത്രയ്ക്കായി വാട്ടർ തീം പാർക്ക്, ബീച്ച് എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഈ പ്രദേശത്തു നടക്കുന്ന പൊതുപരിപാടികളിലും ആഘോഷങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കുന്നു. ദിനാചരണങ്ങളും ആഘോഷങ്ങളും. സ്കൂൾ പ്രവേശനോത്സവം. കുട്ടികൾ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെയും പുതിയ കുഞ്ഞുങ്ങളെയും സ്വീകരിച്ചു. മദർ പ്രൊവിൻഷ്യൽ മദർ ജോബ്സി പ്രവേശനോത്സവം ഉദ്ഘാടനം നടത്തി. പുതിയ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം നൽകി സ്കൂളിലേക്ക് സ്വീകരിച്ചു. കുട്ടികൾ മുഴുവൻ പേർക്കും സമ്മാനങ്ങൾ നൽകി. PTA പ്രസിഡന്റ് ശ്രീ ദേവകുമാർ സാർ ആശംസകൾ അർപ്പിച്ചു. പരിസ്ഥിതി ദിനം, വായനാ ദിനം, യോഗാ ദിനം, ലഹരി വിരുദ്ധ ദിനം, ഇവാനിയൻ ഡേ, അധ്യാപക ദിനം, പേട്രൺസ് ഡേ, ഭിന്നശേഷി ദിനം മുതലായവ ഉചിതമായ ക്ലാസുകൾ, റാലികൾ, വിവിധ കലാപരിപാടികൾ എന്നിവയോടെ സമുചിതമായി ആഘോഷിച്ചു.
സ്വാതന്ത്ര്യദിനം രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. ലോക്കൽ മാനേജർ സിസ്റ്റർ ആനീസ് ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. PT പ്രസിഡന്റ് PT ദേവകുമാർ സാർ ആശംസ അറിയിച്ചു. ആഘോഷങ്ങൾക്ക് ശേഷം ലഡു വിതരണം നൽകി. ഓണാഘോഷം തിരുഹൃദയ ദേവാലയത്തിന്റെ വികാരി ഫാദർ സിവിൻ മുണ്ടക ഉദ്ഘാടനം നടത്തി. കുട്ടികൾക്കെല്ലാം ഓണസദ്യ നൽകി. അത്തപ്പൂക്കളം, സുന്ദരിക്ക് പൊട്ടുതൊടിൽ, കസേര കളി, കുപ്പിൽ വെള്ളം നിറയ്ക്കൽ, വടംവലി തുടങ്ങിയ പരിപാടികളോടെ സമുചിതമായി ആഘോഷിച്ചു. ശിശുദിന ആഘോഷം റാലിയോടുകൂടി ഏറ്റവും സമുചിതമായി ആഘോഷിച്ചു. ഗാന്ധിജി, നെഹ്റു, ഇന്ദിരാഗാന്ധി, ഭാരതാംബ എന്നിവരുടെ വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് കുട്ടികൾ റാലിയിൽ പങ്കുചേർന്നു. ക്വിസ് കോമ്പറ്റീഷൻ. ഒരു മാസത്തെ കൃത്യമായ പരിശീലനത്തിനു ശേഷം കുട്ടികളെ 4 ഗ്രൂപ്പായി തിരിച്ച് ക്വിസ് മത്സരം നടത്തി. ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി ഉത്തരം നൽകാൻ കഠിനാധ്വാനം ചെയ്ത് കുട്ടികളെ പഠിപ്പിച്ചൊരുക്കിയ എല്ലാ അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ. ക്രിസ്തുമസ്. ഡിസംബർ 17-ാം തീയതി കല്ലുപ്പാറ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുട്ടികളോടൊപ്പമായിരുന്ന് സമുചിതമായി ആഘോഷ പരിപാടി നടത്തി. തിരുവല്ല സബ് കളക്ടർ ശ്രീ സുമിത് കുമാർ താക്കൂർ IAS ഉദ്ഘാടനം നടത്തി. 3 സൈക്കിൾ സ്കൂളിന് സമ്മാനമായി നൽകി. 23-ാം തീയതി 11 മണിക്ക് ലോക്കൽ മാനേജർ സിസ്റ്റർ ആനീസിന്റെ അധ്യക്ഷതയിൽ നടന്ന സ്കൂളിന്റെ ക്രിസ്തുമസ് ആഘോഷത്തിൽ റവറന്റ് ഫാദർ സിമിൻ കാമണ്ടകം ക്രിസ്തുമസ് സന്ദേശം നൽകി. കുട്ടികളുടെ വിവിധ പരിപാടികളോടെ ക്രിസ്തുമസ് ആഘോഷം നടത്തി. കുട്ടികൾ അവതരിപ്പിച്ച ഡ്രാമ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. പ്രസ്തുത സമ്മേളനത്തിൽ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്കൂൾ PTA എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീമതി ശോശാമ ജോർജിനെയും വാർഡ് മെമ്പർ ശ്രീ MJ ചെറിയാൻ മണ്ണഞ്ചേരിയെയും ആദരിച്ചു. സ്പോർട്സ് ഡേ. സ്കൂളിന്റെ സ്പോർട്സ് ഡേ ജാനുവരി 4-ാം തീയതി നടത്തി. സെന്റ് ജോൺസ് ഇരവിപേരൂർ സ്കൂളിലെ കായിക അധ്യാപകൻ ഡോക്ടർ അനീഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ശ്രീ റിജിൻ ആശംസകൾ അറിയിച്ചു. ജൂപ്പിറ്റർ, വീനസ്, എർത്ത് എന്നീ 3 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം നടത്തിയത്. വാശിയേറിയ സ്പോർട്സ് മത്സരത്തിൽ മാർച്ച് പാസ്റ്റിന് എർത്തിന് 1-ാം സ്ഥാനം കരസ്ഥമാക്കി. അത്ലറ്റിക്സ് മത്സരത്തിൽ ജൂപ്പിറ്റർ ടീം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. കൃത്യമായ പരിശീലനത്തിലൂടെ നാഷണൽ ഇന്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ കുട്ടികളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സ്കൂളിലെ കായിക അധ്യാപകൻ ശ്രീ ഡൊമിനിക്കിനെ ഏറെ അഭിനന്ദിക്കുന്നു. കോഴ്സുകളും സെമിനാറും. SSCRT സംഘടിപ്പിച്ച ടീച്ചേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാമിൽ നമ്മുടെ സ്കൂളിൽ നിന്നുള്ള എല്ലാ അധ്യാപകരും പങ്കെടുത്തു. കൂടാതെ CRE പ്രോഗ്രാമിൽ പങ്കെടുത്ത് ടീച്ചേഴ്സിന്റെ അറിവ് പരിപോഷിപ്പിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. നമ്മുടെ സ്കൂളിൽ വെച്ച് ജൂലൈ 21 മുതൽ 23 വരെ തീയതികളിൽ നടത്തിയ CRE പ്രോഗ്രാമിൽ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും 150 അധ്യാപകർ പങ്കെടുത്തു. ആത്മീയ വളർച്ച. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ ചൊവ്വാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിലും ദിവസേന നടക്കുന്ന പ്രാർത്ഥനയിലും ഞായറാഴ്ചകളിൽ പറ്റുന്നവർ ഇടവക ദേവാലയത്തിലുള്ള വിശുദ്ധ കുർബാനയിലും പങ്കുചേരുന്നു. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഫലമായി അനേകം മക്കൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നുള്ള കാര്യവും ഇത്തരുണത്തിൽ സന്തോഷത്തോടെ അറിയിക്കട്ടെ. സന്ദർശനം. DDയിൽ നിന്നും സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നും ആരോഗ്യ വകുപ്പിൽ നിന്നും DDRSന്റെയും പാക്കേജിന്റെയും ഇൻസ്പെക്ഷനായി 1/12/25 വന്നു. സ്കൂളിന്റെയും ഹോസ്റ്റലിന്റെയും പ്രവർത്തനങ്ങളെ കണ്ട് വിലയിരുത്തി റെക്കോർഡ്സ് പരിശോധിച്ചു. സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചു. വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിന്റെ റിന്യൂവലിനു വേണ്ടി സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നും വന്ന് റെക്കോർഡ്സ് വെരിഫിക്കേഷൻ നടത്തി. കല്ലൂപ്പാറ കൃഷി ഓഫീസിൽ നിന്നും ഓഫീസറും സ്റ്റാഫ് അംഗങ്ങളും ഇവിടെ വരികയും കൃഷിക്കാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. നൂൺമീലിന്റെ ഇൻസ്പെക്ഷനായി AE ഓഫീസിൽ നിന്നും ഓഫീസർ വന്നു. എല്ലാം ഭംഗിയായി ചെയ്യുന്നതിൽ അഭിനന്ദിച്ചു. കല്ലൂപ്പാറ എഞ്ചിനീയറിംഗ് കോളേജ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, പാമ്പാടി വിമലാംബിക പബ്ലിക് സ്കൂൾ, കോട്ടൂർ AMG പബ്ലിക് സ്കൂൾ, ചെങ്ങരൂർ സെന്റ് തെരേസ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് വന്ന് പരിപാടികൾ അവതരിപ്പിക്കുകയും കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, വൈസ്മെൻ ക്ലബ്, വിവിധ ഇടവുകളിൽ നിന്നും MCCL, MCYM, മാതൃസമാജം തുടങ്ങിയ സംഘടനകൾ കടന്നുവരികയും സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്തു. കൂടാതെ കുടുംബങ്ങൾ, വ്യക്തികൾ, ദേശവാസികൾ, നല്ലവരായ നാട്ടുകാർ ഈ സ്ഥാപനം സന്ദർശിക്കുകയും ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ പങ്കുകാരാകുകയും ചെയ്യുന്നു. എല്ലാവരെയും ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു.